അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തലപതി വിജയുടെ അവസാനത്തെ സിനിമ 69 അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ജനനായകൻ, എന്താ പോസ്റ്റ്! എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഒരു രക്ഷയില്ലാത്തൊരു പോസ്റ്റർ ഇട്ടിരിക്കുന്നത്. കാരണം പണ്ടൊരു തിരുനെൽവേലിയിലോ അവിടെ എങ്ങാനുള്ള ഷൂട്ടിങ്ങിന് പോയപ്പോൾ മറ്റേ നമ്മുടെ മാസ്റ്ററുമായി ബന്ധപ്പെട്ട സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോയപ്പോൾ എടുത്ത അതേ സെൽഫി. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് പ്രേക്ഷകരായിരുന്നു, എൻ്റെ ആരാധകരായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അണികളെ കാണിച്ചിട്ടാണ് അതിൽ ഈ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അതിനൊക്കെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ സിനിമ എങ്ങനെയാവും എന്നറിയാതെ. കാരണം കെവിൻ പ്രൊഡക്ഷൻ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷനാണ് സൗത്ത് ഇന്ത്യയിലെ. അതുപോലെ തന്നെ നമ്മുടെ എച്ച് വിനോദ് അറിയായിരിക്കും, നമുക്ക് മറ്റേ ലാസ്റ്റൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത് നമ്മുടെ അജിത്തിനെ വെച്ച സിനിമയൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ലൊരു എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പല സീക്വൻസ് ആ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അജിത്തിൻ്റെ മൂവിയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇതും വളരെ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ഒരു പോസ്റ്ററും മറ്റെല്ലാം കാണുമ്പം ഒരു പൊളിറ്റിക്കൽ മൂവി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്തായാലും പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ച് ഇരിക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടൊരു വല്ല ആ കാര്യം ഇനിയിപ്പോൾ ആ ഒരു സിനിമ കണ്ട് ആളുകൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് മറ്റേ 2026 തമിഴ്നാട്ടിലൊരു ഗവൺമെൻറ് രൂപീകരിക്കുക എന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മെയിൻ അജണ്ട എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും പട്ടത്തിൻ്റെ പോസ്റ്റർ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് കാണാൻ. എന്തായാലും നമ്മുടെ മ്യൂസിക് ചെയ്യുന്ന നമ്മുടെ അനിരുദ്ധ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കാര്യം, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാർ സേഫായി. ഇപ്പോൾ എച്ച് വിനോദിൻ്റെ കാര്യത്തിൽ പിന്നെ അറിയാലോ, നല്ല അടിപൊളി ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും പടം കത്തിക്കയറും. അവസാന സിനിമയാണ്, വിജയുടെ കരിയറിലെ ഏറ്റവും അവസാന സിനിമ എന്നാണ് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയൊരു സിനിമ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം. എന്തായാലും നമുക്കെന്തായാലും ഈ സിനിമ അടിച്ച് പൊളിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഒരു രാഷ്ട്രീയ സിനിമയാണ്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ വല്ല ജോണറിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇതുവരെ ഇറങ്ങിയ സിനിമയിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് അതൊക്കെയാണ് സ്മെല് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും സിനിമ ഇറങ്ങട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബൈ, സീ യു.